ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് റിയൂസ് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ടീഷർട്ട്സാണ്. അപ്പോൾ കുട്ടികളുടേതായിട്ടുള്ള ഫെയ്ഡായിട്ടുള്ളതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ളതായിട്ടുള്ള ടീഷർട്ട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ടീഷർട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കുഷൻ റെഡിയാക്കാവുന്നതാണ്. കുഷൻ കവേഴ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ കുറേ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടീഷർട്ട്സൊക്കെ നമുക്ക് റിയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ് ഒരുപാട് വൈഡായത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വെച്ചിട്ടുള്ള ഒരു ടീഷർട്ടാണിത്. അപ്പോൾ ഈ ഒരു ടീഷർട്ടിൻ്റെ അടിഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ മേൾഭാഗത്ത് കുറച്ച് പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ആം ഹോളിൻ്റെ പോർഷനാണ് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ കട്ടിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല. നമുക്കിനി ജസ്റ്റ് അതിൻ്റെ ബോട്ടം പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. അപ്പോൾ റോങ് സൈഡ് തിരിച്ചിട്ട് ഒരു മെഷീൻ സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാൻഡ് സ്റ്റിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതാ ഞാൻ ക്ലോസ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുകളിൽ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ഇല്ലേ, അവിടെ ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് സെയിം ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പോർഷൻ ഉള്ളിലേക്ക് ആ ഒരു ഫ്രണ്ട് സൈഡിൻ്റെ ഹൈറ്റിൽ വരുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ട് രണ്ട് സൈഡിലും ജസ്റ്റ് ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഷൻ കവർ റെഡിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ക്വയർ ഷേപ്പിലല്ലാണ്ട് ഒരു ഫാൻസി ഷേപ്പിലാണ് ഈ ഒരു കുഷൻ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ വലിയ ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അത് നമുക്ക് സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിലും ഹാൻഡ് സ്റ്റിച്ച് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും നല്ലൊരു ഷേപ്പ് ഫോം ചെയ്യുന്നതാണ്. ടീഷർട്ടിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബീഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഫാൻസി കുഷൻ കവറൊക്കെ ആക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സ്ലീവിലുള്ള ഈ ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേൽഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ മാത്രമാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്ലീവിലുള്ള ആ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ലെയറും കൂടെ ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റിൽ തന്നെ ഒരു ടീഷർട്ട് ഉണ്ടെങ്കിൽ ഒരു കുഷൻ കവറൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കുഷൻസൊക്കെ നമുക്ക് വീട്ടിലുള്ള പോലെ സെപ്പറേറ്റ് മാറ്റിയിടാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പഴയ ടീഷർട്ട് യൂസ് ചെയ്തിട്ട് ഒരു ഹാൻഡ് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുഷൻ കവറൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് ഐഡിയ ഷെയർ ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും വരുന്ന കാർഡ്ബോർഡ് ബോക്സ്, ഇതുപോലെ കുക്കീസിലോ അല്ലെങ്കിൽ കേക്ക് ജാർസൊക്കെ കൊണ്ടുവരുന്ന ബോക്സ് ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ സെക്കൻഡ് ഐഡിയ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്ലേസും കൂടെ നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലേസും കൂടെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ വിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ബോക്സാണ് എടുക്കുന്നത് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലുള്ള കേക്ക് ബോക്സിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ബോക്സ് എടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ ഞാനിതാ ഈ ഒരു ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഷീറ്റ് ഇതിൻ്റെ ബേസിലേക്കും കൂടെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ബോക്സിന് അത്യാവശ്യം സ്ട്രെങ്ത്ത് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കവർ ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ടീഷർട്ട് തന്നെയാണ്. അപ്പോൾ ടീഷർട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള എഗ് ട്രേ ആണ്. അപ്പോൾ ഈ ഒരു ട്രേ ഞാൻ നമ്മുടെ ബോക്സിൻ്റെ ഷേപ്പിലും സൈസിലനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എഗ് ട്രേ ഒന്ന് ഈ ഒരു ബോക്സിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെയിം ഷേപ്പ് ആയത് കാരണം അത് നല്ലോണം തന്നെ അതിലേക്ക് ഫിറ്റായി കിടന്നോളും. ഇനി ഇതുപോലെയുള്ള കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ഒരു ഹാൻഡിലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാസ്ക്കറ്റിൻ്റെ 2 സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഹാൻഡിലൊക്കെ ചെയ്തെടുത്തതിന് ശേഷം സെയിം ത്രെഡ് വെച്ചിട്ട് 2 ലെയറും കൂടെ ഒന്ന് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡിലൊന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആ ഒരു എൻഡ് പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഒരു എഗ് ഓർഗനൈസറാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ വാങ്ങിക്കുന്ന മുട്ടയൊക്കെ നീറ്റ്ലി ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻ പ്ലേസ് ആയിട്ട് ഓരോന്നും കിടന്നോളും. അതുപോലെ തന്നെ ഇനി ആ ഒരു ട്രേ കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ട്രേ മാത്രം ഒന്ന് റീപ്ലേസ് കൊടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ ഒരു റെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതും നോ കോസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓർഗനൈസർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. നെക്സ്റ്റ് റീയൂസബിൾ ഐഡിയയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഒരു പോർഷനൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള പാത്രങ്ങളൊക്കെ കളയാനൊക്കെ മടിയുണ്ടാവില്ലേ. അപ്പോൾ ഇത് എൻ്റെ മോക്ക് മദ്രസയിൽ നിന്ന് പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് കൊടുത്തിട്ട് ഇതിനൊന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ത്രെഡൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 ലെയറാണ് ചുറ്റി കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ ഇത്രയും പോർഷനിലാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് തന്നെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് വിട്ടിട്ട് ബോട്ടം പോർഷനിലേക്ക് ഒരു 2 ലെയറും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ലാസ്റ്റ് ഈ ഒരു എഡ്ജും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം വേയിൽ തന്നെ ബോട്ടം പാർട്ടിൽ ഒരു 2 ലെയറും കൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡ് ഫുള്ളായിട്ട് തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു മിഡിൽ പോർഷൻ ലീവ് ചെയ്തിട്ടുള്ളതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാൾപേപ്പറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഫ്ലവേഴ്സ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 to 4 ഫ്ലവേഴ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാലൻസ് വന്നിട്ടുള്ള യെല്ലോ പോർഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് റാൻഡംലി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്രേക്ക് വന്നിട്ടുള്ള പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലും കൂടിയിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കിഡ്സിൻ്റെയൊക്കെ ചെറിയ ടോയ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഹെയർ ആക്സസറീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ റാൻഡം സ്റ്റഫ് നമ്മൾ ബെഡ്റൂംസിലൊക്കെ വെക്കുന്ന റാൻഡം സ്റ്റഫ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൻ്റെ ടേബിളിൽ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹോളിൽ സെൻറ്റർ ടേബിളിൽ റിമോട്ട് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് പല രീതിയിലും ഈ ഒരു കണ്ടെയ്നർ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ലിഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോഴ്സിലുള്ള പ്ലാന്റ്സിനൊക്കെ ഒരു ഡബിൾ ലെയർഡ് പ്ലാന്ററായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് യെല്ലോ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഈ ഒരു കണ്ടെയ്നർ റീയൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 റീയൂസബിൾ ഐഡിയാസാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐഡിയാസാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.